നിലമ്പൂരിൽ ആര് ജയിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിലമ്പൂരിൽ ആര് തന്നെ ജയിച്ചാലും കോൺഗ്രസിന് നിലമ്പൂർ ഒരു വാട്ടർലൂ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലമ്പൂരിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ. നിലമ്പൂരിൽ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും. ഇന്ന് നിലമ്പൂരിൽ പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്, കൊട്ടിക്കലാശത്തിലേക്ക് എത്തുകയാണ്. ഈ അവസരത്തിൽ എന്തായിരിക്കും നിലമ്പൂരിൻ്റെ ചിത്രം എന്നൊന്ന് ചെറിയ രീതിയിൽ വിശകലനം ചെയ്യാം എന്ന് വിചാരിക്കുന്നു. നിലമ്പൂരിനെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണുള്ളത്. PV അൻവർ നിസ്സാരക്കാരനല്ലെങ്കിൽ കൂടി LDF സ്ഥാനാർത്ഥിയായ M സ്വരാജും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തുമാണ് പ്രധാനപ്പെട്ട മത്സരാർത്ഥികൾ എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെയും അവിടെ നിലനിൽക്കുന്ന സാമുദായിക സാഹചര്യങ്ങൾ, അതുപോലെ സാമൂഹിക സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇതെല്ലാം എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്, ഈ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയാകും LDFനെയും UDFനെയും ഒരു മുന്നണി എന്ന രീതിയിൽ, അതുപോലെ തന്നെ 2026 വലിയൊരു മത്സരത്തിലേക്ക് പോകുന്ന രണ്ട് മുന്നണി എന്ന രീതിയിൽ എങ്ങനെ ബാധിക്കാൻ പോകുന്നു എന്ന് വിശകലനം ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആദ്യം UDFനാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് അതെന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്ന് ചോദിച്ചാൽ 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തെളിയിക്കാൻ അവർക്ക് ലഭിക്കുന്ന അവസാനത്തെ ചാൻസാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വിജയിക്കുക എന്നുള്ളത് അവർക്ക് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അത് സംഭവിച്ചേ മതിയാകൂ. എങ്കിൽ മാത്രമേ ശക്തമായ ഒരു പ്രചാരണവുമായി 2026 ഇറങ്ങാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെ UDFന്റെ അവസ്ഥ കൂടുതൽ വിശകലനം ചെയ്തു പോകാമെന്നാണ് വിചാരിക്കുന്നത്. UDFനെ ബാധിക്കുന്ന, UDF എന്തുകൊണ്ട് ഭയപ്പെടണം അല്ലെങ്കിൽ കോൺഗ്രസ് എന്തുകൊണ്ട് ഭയപ്പെടണമെന്ന് ചോദിച്ചാൽ കോൺഗ്രസിനെ ബാധിക്കുന്ന 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് നിലമ്പൂരിലുണ്ട് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേത് മുസ്ലിം ലീഗിൻ്റെ വോട്ടാണ്. മുസ്ലിം ലീഗിൻ്റെ വോട്ട് ഈ പ്രാവശ്യം പൂർണ്ണമായും UDFന് അല്ലെങ്കിൽ കോൺഗ്രസിന് ലഭിക്കുമോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആര്യാടൻ കുടുംബം, ആര്യാടൻ മുഹമ്മദ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെയാണെങ്കിലും ലീഗ് വിരുദ്ധമായ ഒരു കുടുംബമാണ് ആര്യാടൻ കുടുംബം എന്ന തരത്തിലുള്ള വിശകലനങ്ങളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നവരുണ്ട്. കാരണം ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു ലീഗിൻ്റെ ഏറ്റവും ശക്തനായ വിമർശകൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണത്. അപ്പോൾ അത്രയും ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ ഫാമിലിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ മത്സരിക്കുന്ന സമയത്ത് ലീഗിൻ്റെ പൂർണ്ണമായ പിന്തുണ UDFന് ലഭിക്കുമോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുമാത്രമല്ല PV അൻവർ എന്ന് പറയുന്നൊരു ഫാക്ടർ അവിടെ നിലനിൽക്കുന്നുണ്ട്. UDFൻ്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചു നിന്ന PV അൻവറിനെ മുന്നിൽ വാതിൽ അടയ്ക്കുകയായിരുന്നു UDF. പക്ഷേ PV അൻവർ ചില ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചതിനെ തുടർന്ന് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മുന്നണിയിലെടുക്കാതിരുന്നത്. എന്നാൽ അദ്ദേഹത്തെ മുന്നണിയിലെടുക്കണം, PV അൻവറിനെ മുന്നണിയിലെടുക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് മുസ്ലിം ലീഗായിരുന്നു. അത് മാത്രമല്ല അതിന് മുൻകൈ എടുത്തത് PK കുഞ്ഞാലിക്കുട്ടിയുമായിരുന്നു. അദ്ദേഹത്തെ മുന്നണിയിൽ എടുത്തില്ല. അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു എന്നീ രണ്ട് കാര്യങ്ങൾ വരുമ്പോൾ മുസ്ലിം ലീഗിൽ നിന്ന് വോട്ട് മറിയാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് സംഭവിക്കുകയാണെങ്കിൽ UDFന് കുറച്ച് ഭയപ്പെടാനുണ്ട്. അത് മാത്രമല്ല അൻവർ ആരുടെ വോട്ടാണ് പിടിക്കാൻ പോകുന്നത് എന്ന ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു. അൻവർ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. LDFൻ്റെ വോട്ടാണോ അതോ UDFൻ്റെ വോട്ടാണോ അൻവർ പിടിക്കാൻ പോകുന്നത് എന്ന ചോദ്യമുണ്ട്. മൂന്നാമത്തെ കാര്യം VV പ്രകാശ് എന്ന് പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന DCC പ്രസിഡന്റ് അല്ലെങ്കിൽ മുൻ UDF സ്ഥാനാർത്ഥിയായിരുന്ന VV പ്രകാശ് 2021 UDF സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ മത്സരിച്ച VV പ്രകാശിൻ്റെ മരണം, അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബം ഉന്നയിച്ച ചില ആശങ്കകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസം M സ്വരാജ് തന്നെ നേരിട്ട് VV പ്രകാശിൻ്റെ വീട്ടിൽ ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇതുവരെ UDF സ്ഥാനാർത്ഥി VV പ്രകാശിൻ്റെ വീട്ടിൽ പോയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ VV പ്രകാശിനെ തഴഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹത്തോട് വിവേചനം കാണിച്ചു എന്ന ആരോപണം UDFൽ എത്രത്തോളം ശക്തമാണ്, അത് കോൺഗ്രസ്, മുസ്ലിം ലീഗ് അല്ലെങ്കിൽ UDFൻ്റെ പൊതുവിലുള്ള വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നു. നാലാമത്തെ കാര്യം നിലമ്പൂരിൻ്റെ ഡെമോഗ്രഫിയാണ്. നിലമ്പൂരിലെ സാമുദായിക സമവാക്യം എങ്ങനെയാണ്, നിലമ്പൂരിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നുള്ളത് കൂടി UDFൻ്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്ന കാര്യമാണ്. അതെങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് കൂടുതൽ വിശദമായി പറയാം. എന്നാൽ മുൻ തിരഞ്ഞെടുപ്പുകൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് എടുത്താൽ 2021 PV അൻവർ വിജയിച്ചത് കേവലം 2700 വോട്ടുകളുടെ ഒരു മാർജിനിൽ മാത്രമാണ്. 2700 വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈസിയായി മറികടക്കാൻ സാധിക്കുന്ന വോട്ടാണ് 2700 എന്ന് പറയുന്നത്. എന്നാൽ 2700 വോട്ടുകൾക്ക് മാത്രമാണ് PV അൻവർ ജയിച്ചത് എന്നതുകൊണ്ട് ആശ്വസിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമുണ്ട്.
അത് മാത്രമല്ല, അതിന് മുമ്പത്തെ കണക്കെടുത്താൽ 2016 കണക്കെടുത്താൽ 11,504 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പി വി അൻവർ വിജയിക്കുന്നത്. അന്ന് ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരുന്നു സ്ഥാനാർത്ഥി എന്നുള്ളത് കൂടി നമ്മൾ പരിഗണിക്കണം. എന്നാൽ പിന്നീട് വി വി പ്രകാശ് സ്ഥാനാർത്ഥിയായിരുന്നു. 2021 2700 ആ ഭൂരിപക്ഷത്തെ കുറയ്ക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും 2021 2016 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഉള്ളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ എന്താണ് സംഭവിച്ചത്, ഏത് പാർട്ടിക്കായിരുന്നു ഭൂരിപക്ഷം എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് 7 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ് നിലമ്പൂർ നിയോജക മണ്ഡലം. അമരമ്പലം, എടക്കര, കരുളായി, നിലമ്പൂർ മുനിസിപ്പാലിറ്റി, പോത്തുകല്ല്, വഴിക്കടവ്, മൂത്തേടം, ചുങ്കത്തറ, ഈ 8 തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ മൂത്തേടവും ചുങ്കത്തറയും മാത്രമാണ് കഴിഞ്ഞ തവണ UDF ലീഡ് ചെയ്യാൻ സാധിച്ച 2 തദ്ദേശ സ്ഥാപനങ്ങൾ. ബാക്കി എല്ലായിടത്തും അമരമ്പലത്തും എടക്കരയിലും കരുളായിലും നിലമ്പൂരും പോത്തുകല്ലും വഴിക്കടവിലും ലീഡ് ചെയ്തിരുന്നത് LDF ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതേസമയത്ത് 2011 തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദ് കേവലം 5000 ചില്ലുവാനും വോട്ടിന് 5598 വോട്ടിന് ലീഡ് ചെയ്തിരുന്ന 2011 തെരഞ്ഞെടുപ്പിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലും കൃത്യമായ മേധാവിത്വം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ അത് ഉറപ്പിക്കാൻ ആര്യാടൻ മുഹമ്മദ് സാധിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ 2016 തെരഞ്ഞെടുപ്പ് കൂടി നോക്കൂ. 2016 ആര്യാടൻ ഷൗക്കത്തും പി വി അൻവറും തമ്മിൽ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞ മൂത്തേടവും ചുങ്കത്തറയും ആയിരുന്നു 2021 UDF ലീഡ് ചെയ്തിരുന്നതെങ്കിൽ 2016 മൂത്തേടം മാത്രമാണ് UDF ലീഡ് ചെയ്തിരുന്നത്. ബാക്കി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും 6 പഞ്ചായത്തിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ലീഡ് ചെയ്തിരുന്നത് LDF ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം 2016. ഇതാണ് അവിടുത്തെ മുൻ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഒരു 87 മുതൽ 2016 വരെ തുടർച്ചയായി ആര്യാടൻ മുഹമ്മദ് മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമാണ് നിലമ്പൂർ. എന്നാൽ അതിനുശേഷം ആര്യാടൻ കുടുംബത്തിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ച സ്വീകരണം എന്തായിരുന്നു നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം ഉണ്ടായ 2 ടേമിലും എങ്ങനെ LDF വിജയിച്ചു എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ ഡെമോഗ്രഫിയിലേക്ക് വരേണ്ടത്. എങ്ങനെയാണ് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഡെമോഗ്രഫി, അവിടുത്തെ സാമുദായിക സമവാക്യങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിനെ ബാധിക്കാൻ പോകുന്നത് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നിലമ്പൂരിൽ 43.9% മുസ്ലിം വോട്ടുകളാണുള്ളത്. ഹിന്ദു വോട്ടുകൾ 45.3%, 10.8% ക്രിസ്ത്യൻ വോട്ടുകൾ, പട്ടികജാതി വിഭാഗങ്ങൾ 7.72%, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വോട്ടുള്ളത് 3.34%. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഈ പറഞ്ഞ മുസ്ലിം ലീഗ് ഈ തരത്തിൽ ഈ സ്ഥാനാർത്ഥിത്വവും അതുപോലെ തന്നെ പി വി അൻവറും ഒക്കെ കണക്റ്റായി മുസ്ലിം ലീഗ് പിണക്കത്തിലാണെങ്കിൽ, മുസ്ലിം ലീഗിൻ്റെ അടിത്തട്ടിലാണ് ഉദ്ദേശിക്കുന്നത്. നേതാക്കൾ എല്ലാവരും വളരെ ആക്റ്റീവായി തന്നെ രംഗത്തുണ്ട്. അതേസമയത്ത് അടിത്തട്ടിൽ ഈ ഒഴുക്കുണ്ടെങ്കിൽ, അടിത്തട്ടിൽ ഒരു എന്താ പറയുക വിമ്മിഷ്ടം അവരുടെ പ്രവർത്തകർക്കുണ്ടെങ്കിൽ ഈ മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ തോതിൽ എന്താ പറയുക UDFലേക്ക് പോൾ ചെയ്യപ്പെടാനോ കൺസോളിഡേറ്റ് ചെയ്യപ്പെടാനോ സാധ്യതയില്ല. അത് പല രീതിയിൽ സ്പ്ലിറ്റ് ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പി വി അൻവറിന് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ LDFന് പോകാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് ഇപ്പോഴത്തെ ഹിന്ദു വോട്ടുകൾ നോക്കൂ. ഹിന്ദു വോട്ടുകൾ 45.3%. ഇവിടെ ശരിക്കും LDF വളരെ കൃത്യമായി വളരെ പ്ലാൻഡായി ആണ് M സ്വരാജിനെ മത്സരിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. കാരണം ഹിന്ദു വോട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നായർ വോട്ടുകളും അതുപോലെ ഈഴവ വോട്ടുകളുമാണ്. അതിൽ ഒരു നായർ സ്ഥാനാർത്ഥിയാണ് LDF അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നായർ വോട്ടുകൾ പിടിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അവരുള്ളത്. ആ ആത്മവിശ്വാസം വെറുതെ ഉള്ളതല്ല. അതിന് KB ഗണേഷ് കുമാറിനെ പോലെയുള്ള ഒരു മന്ത്രി തന്നെ മുന്നിട്ടിറങ്ങി പ്രചാരണം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നായർ വോട്ടുകൾ പിടിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം LDFനുണ്ട്. അതേസമയത്ത് ഈഴവ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈഴവ വോട്ടുകൾ നമുക്കറിയാം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ CSDSൻ്റെ സർവേ പുറത്തു വന്നിരുന്നു. CSDS സർവേയിൽ പറഞ്ഞിരുന്നത് കേരളത്തിലെ 30%-ലധികം ഈഴവ വോട്ടുകളും BJPക്ക് പോയിരിക്കുന്നു എന്നൊരു സർവേ ഫലം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിരുന്നു. ആ സർവേ ഫലത്തിന് ശേഷം CPM പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈഴവ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ഈ പറയുന്ന CPMൻ്റെ ഭാഗത്തു നിന്ന്, നേതാക്കളുടെ ഭാഗത്തു നിന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ വളരെ റീസെൻ്റായിട്ട് ഈ അടുത്ത കാലത്താണ് മലപ്പുറത്തെക്കുറിച്ചൊരു വിദ്വേഷ പരാമർശം
നടത്തുന്നത്, വിദ്വേഷം കലർന്നൊരു പരാമർശം നടത്തുന്നത്. ആ സമയത്ത് വെള്ളാപ്പള്ളി നടേശനെ തള്ളുന്നതിന് പകരം ഒരു വേദിയിൽ വെള്ളാപ്പള്ളി നടേശനോടൊപ്പം ഇരുന്ന് വെള്ളാപ്പള്ളി നടേശൻ മഹാനായൊരു മനുഷ്യനാണ് എന്ന തരത്തിൽ ഒരു പരാമർശം നടത്തുകയാണ് പിണറായി വിജയൻ ചെയ്തത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു പോയ ഈഴവ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം CPM-ൻ്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ടുണ്ട് എന്ന് നമ്മൾ ഈ പോയിന്റിൽ വിലയിരുത്തണം. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈഴവ വോട്ടുകൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിന് മറ്റൊരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. BJP-യുടെ സ്ഥാനാർത്ഥി ആരാണ്? BJP-യുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ BDJS ആണ് അവിടെ മത്സരിച്ചത്. NDA സ്ഥാനാർത്ഥിയായിട്ട് 2021 BJP-യാണ് മത്സരിച്ചത്. ഇപ്പോൾ 2025 BJP സ്ഥാനാർത്ഥിയാണ് അവിടെ നിൽക്കുന്നത്. BJP സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്ന സമയത്താണ് BJP ആകുന്നത്. അതുവരെ BJP-കാരനായിരുന്നില്ല, കേരള കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ് വരുന്നത്. അപ്പോൾ BDJS മത്സരിച്ച സമയത്ത്, അതായത് 2016 NDAക്ക് 12,000 ചില്ലുവാനം വോട്ട് ലഭിച്ച സ്ഥലമാണ് നിലമ്പൂർ. അതേസമയത്ത് 2021 BJP സ്ഥാനാർത്ഥി മത്സരിച്ച സമയത്ത് അത് 8,500 വോട്ടുകളായി കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ BDJS അവിടെ മത്സരിക്കുന്നില്ലെങ്കിൽ NDAക്ക് പോകുന്ന ഈഴവ വോട്ടുകൾ മറ്റ് കക്ഷികളിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. BDJS അല്ല ഇത്തവണ മത്സരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈഴവ വോട്ടുകൾ N ബ്ലോക്കായി BJPക്ക് പോകുന്ന ഒരു സാഹചര്യം ഒരു തരത്തിലും ഉണ്ടാകാൻ സാധ്യതയില്ല. അത് ഒരു തരത്തിൽ CPM-ലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം വെള്ളാപ്പള്ളി നടേശൻ വലിയ സൗഹൃദത്തിലാണ് ഇപ്പോൾ CPM-മായി എന്ന് നമുക്ക് സമീപകാലത്തെ സംഭവങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ട് CPM ഈഴവ വോട്ടുകൾ കൂടി ഉറപ്പിക്കുകയാണ്. ഈഴവ വോട്ടുകളും നായർ വോട്ടുകളും കൂടുതലായി തങ്ങൾക്ക് പോൾ ചെയ്യപ്പെടുകയും അപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ആവുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ തങ്ങൾക്ക് വിജയമുണ്ടാക്കാൻ സാധിക്കുമെന്ന ചിന്തയിലാണ് M സ്വരാജും അല്ലെങ്കിൽ CPM-ഉം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. UDF-ന് സാധ്യതയില്ലേ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ UDF വലിയ പ്രശ്നത്തിലാണ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ UDF-ൻ്റെ സാധ്യത അവിടെ മങ്ങുന്നു എന്ന് പറയാൻ സാധിക്കില്ല. UDF-ന് സാധ്യതയുണ്ട്. എങ്ങനെയാണെങ്കിൽ, അതായത് 2026 ഭരണം പിടിക്കുക എന്ന് പറയുന്നത് UDF-ലെ എല്ലാ കക്ഷികളെയും സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാലേ സാധിക്കൂ എന്ന സാഹചര്യമുണ്ട് എന്നവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ലീഗ് ഈ സാഹചര്യത്തിൽ പിണങ്ങാൻ സാധ്യതയില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് PK കുഞ്ഞാലിക്കുട്ടിക്ക് അസ്വാരസ്യം ഉണ്ടാകും PB അൻവറിനെ കൂടെ കൂട്ടാഞ്ഞതിൽ, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിലും പലതരത്തിലുള്ള മുറിവുറുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി 2026 ഭരണം കയ്യിൽ കിട്ടിയാൽ മാത്രമേ തങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന ബോധ്യം അവർക്കുള്ളത് കൊണ്ട് തന്നെ അവർ ഒരുമിച്ച് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ആ തരത്തിലുള്ള സിഗ്നലുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. PK ഫിറോസ് എന്ന് പറയുന്ന യൂത്ത് ലീഗ് നേതാവ് പൂർണ്ണമായും പ്രചാരണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ്. അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, അതുപോലെ സാദിഖ് അലി തങ്ങൾ, എല്ലാവരും സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി നിൽക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ തന്നെ ലീഗിൽ നിന്നുള്ള വാർത്തകളായി പുറത്തു വന്നിരുന്ന ഒരു കാര്യമായിരുന്നു, ലീഗ് അതൃപ്തി ഉണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ആ അതൃപ്തി പുറത്തു പറയേണ്ടതില്ല. തിരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന UDF യോഗത്തിൽ ആ അതൃപ്തി നമുക്ക് പ്രകടിപ്പിക്കാമെന്ന തരത്തിലൊരു തീരുമാനത്തിലേക്ക് ലീഗ് എത്തിയിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ലീഗ് ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ, ലീഗ് പൂർണ്ണ പിന്തുണയുമായി UDF-നൊപ്പം നിൽക്കുകയാണെങ്കിൽ, അതോടൊപ്പം VV പ്രകാശിൻ്റെ കുടുംബം നേരത്തെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. VV പ്രകാശ് മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ പുതപ്പിച്ചത് പാർട്ടിയുടെ പതാകയാണ്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ഞങ്ങൾ പാർട്ടിയോടൊപ്പം തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞ ആളുകളാണ് VV പ്രകാശിൻ്റെ കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ VV പ്രകാശ് എന്ന് പറയുന്ന ഫാക്ടർ അത്രത്തോളം UDF-നെ അലോസരപ്പെടുത്താത്ത രീതിയിലാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ VV പ്രകാശിൻ്റെ കുടുംബത്തിൻ്റെയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളുടെയും ഒക്കെ സപ്പോർട്ട് തിരിച്ചു കൊണ്ടുവരാൻ UDF-ന് സാധിച്ചാൽ, VD സതീശൻ ഇതിനിടയിൽ VV പ്രകാശിൻ്റെ കുടുംബത്തെ നേരിട്ട് കാണാൻ വേണ്ടി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ഥാനാർത്ഥി അവിടെ പോയിട്ടില്ലെങ്കിലും ഈ ഒരു അവരുടെ പിന്തുണ കൂടി ഉറപ്പാക്കാൻ സാധിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഈ പറഞ്ഞ അൻവർ, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്ടർ, PB അൻവർ പിടിക്കുന്നത് LDF വോട്ടുകളുമാണെങ്കിൽ, PB അൻവർ ഇന്നും പത്രസമ്മേളനം നടത്തി പറയുന്നത് സഖാക്കൾ ഗ്രൗണ്ടിൽ നിന്നും ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് LDF പൈസ ഇറക്കി വോട്ട് പിടിക്കുകയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇന്ന് PB അൻവർ പറയുന്നത്. അപ്പോൾ
ഈ പി വി അൻവറിന്റെ അവകാശവാദം അനുസരിച്ച് ഈ സഖാക്കളുടെ വോട്ടാണ് പി വി അൻവർ പിടിക്കുന്നതെങ്കിൽ, ഈ ഫാക്ടേഴ്സ് ഒക്കെയാണ് ഒരുമിച്ച് വരുന്നതെങ്കിൽ യു ഡി എഫിനാണ് സാധ്യത എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ യു ഡി എഫ് ഇവിടെ ഓർക്കേണ്ടത് ചേലക്കരയെ കുറിച്ചാണ്. പാലക്കാടും ചേലക്കരയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ചേലക്കരയിൽ രമ്യ ഹരിദാസ് വിജയിക്കുമെന്ന പ്രതീതി സൃഷ്ടിക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ആ സാഹചര്യത്തിലും UR പ്രദീപ് 12,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ചേലക്കര വിജയിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് സിറ്റിംഗ് സീറ്റ് ഇതുവരെ നടന്ന ഒരു ബൈ ഇലക്ഷനിലും LDFന് അവരുടെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല. UDF വിജയിച്ചത് മുഴുവൻ UDFിൻ്റെ തന്നെ സിറ്റിംഗ് സീറ്റുകളാണ്. ചേലക്കരയിൽ LDFിൻ്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ UDFന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, 2016-ൽ UR പ്രദീപ് മത്സരിച്ചപ്പോൾ ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ കൂടുതലാണ് കഴിഞ്ഞ 2024-ലെ ബൈ ഇലക്ഷനിൽ UR പ്രദീപിന് ലഭിച്ചത് എന്നുകൂടി അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ, അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ, അതൊരു ക്യാമ്പയിനിങ് സബ്ജക്റ്റാക്കി മാറ്റാൻ നിലമ്പൂർ വിജയിച്ചേ മതിയാകൂ UDFന്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാം, UDFന് നിലമ്പൂർ ഒരു വാട്ടർലൂ ആണ്.